അപ്പോ ഒരു ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് പറഞ്ഞു, ഇപ്പൊ ഒരു നടനായിട്ട് വരുന്നു, ഇതിനൊക്കെ ഉപരി ഒരു ഫോട്ടോഗ്രാഫറും കൂടിയാണ്. അപ്പൊ ഈ മൾട്ടിപ്പിൾ ആയിട്ട് എങ്ങനെ ഒരു പ്രൊഫഷണൽസ് ഹാൻഡിൽ ചെയ്യുന്നത്? കുട്ടി, നമ്മളിതെല്ലാം ഒരു മനുഷ്യൻ ജന്മം കൊണ്ടു കഴിയുമ്പോൾ അവൻ്റെ എല്ലാം അവനിൽ തന്നെ ഉണ്ട്. ഇതിലാണ് അവൻ്റെ പ്രാഗൽഭ്യം എന്ന് കണ്ടെത്തി അവൻ അതിലൂടെ പോകുമ്പോഴാണ് അവൻ അതായിത്തീരുന്നത്. ഇപ്പൊ നമ്മളുടെ PT ഉഷ പയ്യോളി കടപ്പുറത്തോട് ഓടി ഓടി ഒഴുക്കിയ വിയർപ്പിലൂടെയാണ് ലോസ് ആഞ്ചലസിൽ പോയി തലനാരിടപ്പെടാം. എല്ലാം നമ്മളിലുണ്ട്. അപ്പം നമ്മൾ അതായിത്തീരണം. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രൊഫഷണൽ ഇപ്പൊ മൂന്ന് എന്താ പറയാ ടൈപ്പ്, അല്ലെങ്കിൽ 3 ഇതില് വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വർക്ക് നമുക്ക് പറയാൻ പറ്റില്ല, എന്നാലും അതില് ഇൻവോൾവ് ആണ്. അപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ്? നമ്മളെ ഇഷ്ടപ്പെട്ട ഏതാണെന്ന് ചോദിച്ചാലേ, ദൈവത്തിന്റെ മുമ്പിൽ നമ്മളൊരു ടൂള് മാത്രമാണ്. ഇത് നമ്മള് ഈ കൂടിക്കാഴ്ച പോലും ദൈവം ഒരുക്കിയ ഒരു കൂടിക്കാഴ്ചയാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മള് എന്തായിത്തീരുന്നോ അതായിത്തീരുക. എന്റെ പക്ഷം അതാണ്. അത് നമ്മളെ ഒരു ടൂൾ ആക്കിക്കൊണ്ട് ദൈവം അത് വേണ്ടതെല്ലാം ചെയ്തോളും. അതായത് എൻ്റെ ഒരു വിശ്വാസം ഞാൻ പറയാണ്, നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മൾ ഭൂമിയിൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ആയിത്തീരണമെന്ന് തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എന്തുവാവാം, നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടേതുപോലെ. ഫസ്റ്റ് മൂവിയാണോ ഇത്? അല്ല മോളെ, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് എഴുതാപ്പുറങ്ങൾ എന്ന് പറഞ്ഞൊരു ചിത്രത്തിനകത്ത് പാർവതി, സുഹാസിനി, അംബിക, മുരളി, നെടുമുടി വേണം, അവരോടൊക്കെ ഞാൻ ഒരു ചെറിയ വേഷം ചെയ്തു. പിന്നെ അതില് അവിടെ അതായത് ശാന്തിഗ്രാമത്തിലെ അമ്മ സുഹാസിനി ഒരു കഥ എഴുതി. അപ്പൊ അവർക്ക് അവാർഡ് കിട്ടി. അവാർഡ് എടുത്തുകൊണ്ട് കൊടുക്കുന്നതിന് വേണ്ടി എല്ലാവർക്കും അവാർഡ് എടുത്തുകൊണ്ട് കൊടുക്കുന്നത് ഞാനായിരുന്നു. ചെറിയൊരു വേഷം ചെയ്ത്. പിന്നെ പാർവതി ജയറാമിന്റെ വിവാഹം പകർത്തിയത് ഞാനാണ്. ഗുരുവായൂരിൽ പോയി. അത് കഴിഞ്ഞ് എറണാകുളം ടൗൺ ഹാളിൽ വെച്ചായിരുന്നു. അതിലും പങ്കെടുക്കാൻ കഴിഞ്ഞു. ഇതൊക്കെ ഒരു നിയോഗമാണ് മോളെ. നമ്മൾ എവിടെയൊക്കെ എത്തപ്പെടണം, എന്തൊക്കെ ആയിത്തീരണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. ആ ഒരു നിയോഗത്തിന്റെ ഫലമായിട്ടാണ് ഈ സിനിമയിലും ഞാൻ മിന്നായോ എന്ന് പറയുന്നൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അത് ഈ കുട്ടികളുടെ മുങ്ങിമരണങ്ങളില്ലേ, ആ മുങ്ങിമരണങ്ങൾ എങ്ങനെ അത് സംഭവിക്കുന്നു കുട്ടികളെ ബോധ്യപ്പെടുന്നതിന് വേണ്ടി ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ചെയ്യുന്നുണ്ട്.